മണലാരണ്യത്തിലെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ സ്വന്തം ചോര നീരാക്കി ഈ കാണുന്ന കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തിയവരാണ് നമ്മുടെ പ്രവാസികൾ. ആടുജീവിതത്തിലെ നജീബിനെ പോലെ മരുഭൂമിയിലെ ലേബർ ക്യാമ്പുകളിൽ കണ്ണീരും വിയർപ്പും ഒഴുക്കി അവർ നാട്ടിലേക്ക് മടങ്ങുന്നത് ഒരൊറ്റ പ്രതീക്ഷയിലാണ്: ജീവിതത്തിന്റെ സായന്തനത്തിൽ 60 വയസ്സിന് ശേഷം താങ്ങാവേണ്ട പ്രവാസി പെൻഷൻ. എന്നാൽ ആ പ്രതീക്ഷകൾക്ക് മേൽ ഇപ്പോൾ കരിനിഴൽ വീണിരിക്കുകയാണ്. അംശാദായം കൃത്യമായി അടച്ചിട്ടും കഴിഞ്ഞ മെയ് മാസത്തെ പെൻഷൻ ഇതുവരെയും നമ്മുടെ പ്രവാസികളുടെ കൈകളിൽ എത്തിയിട്ടില്ല. എന്താണ് യഥാർത്ഥത്തിൽ പ്രവാസി ക്ഷേമനിധിയിൽ സംഭവിക്കുന്നത്? നിയമസഭയിൽ ഉയർന്ന പ്രവാസി ശബ്ദവും മുഖ്യമന്ത്രിയുടെ മറുപടിയും എന്തായിരുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ന് നിയമസഭയിൽ പ്രവാസികളുടെ ഒരു വലിയ നോവ് സബ്മിഷനിലൂടെ വളരെ മനോഹരമായി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട MLA ശ്രീ നജീബ് കാന്തപുരമാണ്. കേരളം കെട്ടിപ്പടുക്കുന്നതിൽ പ്രവാസികളുടെ പങ്ക് വലുതാണെന്ന് ഊന്നിപ്പറഞ്ഞ അദ്ദേഹം പ്രവാസികളോട് കാട്ടേണ്ട മിനിമം മര്യാദയെങ്കിലും സർക്കാർ കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം പ്രധാനമായും 4 സുപ്രധാന ആവശ്യങ്ങളാണ് നിയമസഭയിൽ ഉന്നയിച്ചത്. അതിലൊന്ന് കുടിശ്ശിക തീർക്കൽ, ഒറ്റത്തവണ തീർപ്പാക്കൽ. പല കാരണങ്ങളാൽ കൃത്യസമയത്ത് അംശാദായം അടയ്ക്കാൻ കഴിയാത്ത പ്രവാസികൾക്ക് 2 വർഷത്തിനുള്ളിൽ ഈ കുടിശ്ശിക അടച്ചു തീർക്കാനുള്ള അവസരം നൽകണം. സാധ്യമെങ്കിൽ ഒറ്റത്തവണയായി ഇത് തീർപ്പാക്കാനുള്ള സൗകര്യവും ഒരുക്കണം. രണ്ടാമതായി അദ്ദേഹം ആവശ്യപ്പെട്ടത് ലൈഫ് സർട്ടിഫിക്കറ്റ് നടപടികൾ ലളിതമാക്കുക എന്നുള്ളതാണ്. ഗൾഫിലിരുന്ന് എല്ലാ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കുക എന്നത് പ്രവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പെൻഷൻ വാങ്ങുന്നവരാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത്. ഇതിന് ഇളവ് നൽകി സ്വയം സാക്ഷ്യപ്പെടുത്തൽ, സെൽഫ് അറ്റസ്റ്റേഷൻ രീതി കൊണ്ടുവരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതുപോലെ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്ന കാര്യവും അദ്ദേഹം അവിടെ സബ്മിഷനിലൂടെ പറയുകയുണ്ടായി. നിലവിലുള്ള 3000 അല്ലെങ്കിൽ 3500 രൂപ എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്നിനും തികയില്ല എന്നും പ്രവാസി പെൻഷൻ കുറഞ്ഞത് 5000 രൂപയെങ്കിലുമായി വർദ്ധിപ്പിക്കണമെന്നുമാണ് ആവശ്യപ്പെട്ടത്. നാലാമതായി കുടിശ്ശികയുള്ള അപേക്ഷകൾ തീർക്കുക. 2026 ജനുവരിക്ക് മുൻപും പിൻപും ഉള്ള നിരവധി പെൻഷൻ അപേക്ഷകൾ കെട്ടിക്കിടപ്പുണ്ട്. ഇവ വേഗത്തിൽ തീർപ്പാക്കണം. അതിന് മറുപടിയായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്, VD സതീശൻ പറഞ്ഞത്, കുടിശ്ശികയുള്ള അപേക്ഷകൾ ഗവൺമെന്റ് മുൻഗണനയോടെയാണ് കാണുന്നത് എന്നും ലൈഫ് സർട്ടിഫിക്കറ്റിനായി ഗൾഫിലുള്ള പ്രവാസി ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഇമെയിൽ സംവിധാനം ഉപയോഗിക്കാമെന്നും ആവശ്യമെങ്കിൽ കാലാവധി നീട്ടുന്നതേ പരിശോധിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇവിടെയാണ് നാം കാണേണ്ട വലിയൊരു യാഥാർത്ഥ്യം. ഇന്ന് 7,90,886 പേരാണ് പ്രവാസി ക്ഷേമനിധിയിൽ അംശാദായം അടച്ചുകൊണ്ട് അംഗങ്ങളായിട്ടുള്ളത്. ഇതിൽ 94,666 പേരാണ് നിലവിൽ പെൻഷൻ വാങ്ങുന്നത്. ഈ 94,000-ലധികം വരുന്ന സാധാരണക്കാരായ പ്രവാസികൾക്കാണ് ഇപ്പോൾ മെയ് മാസത്തെ പെൻഷൻ മുടങ്ങിയിരിക്കുന്നത്. നാളെ ജൂൺ മാസത്തെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ പ്രവാസി പെൻഷൻ കുടിശ്ശികയായി കിടക്കുന്നു എന്ന കാര്യം അധികാരികൾ വിസ്മരിക്കരുത്. വെറും അംശാദായം കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒന്നല്ല പ്രവാസി ക്ഷേമനിധി ബോർഡ്. ഇപ്പോൾ തന്നെ 6 ലക്ഷത്തിലധികം പേർ കൃത്യമായി അംശാദായം അടയ്ക്കുന്നുണ്ടെങ്കിലും എല്ലാവർക്കും കൃത്യമായി പെൻഷൻ നൽകണമെങ്കിൽ പ്രതിമാസം കുറഞ്ഞത് 30 കോടി രൂപയെങ്കിലും ആവശ്യമുണ്ട്. ഗവൺമെന്റിന്റെ ശക്തമായ സാമ്പത്തിക സഹായമില്ലാതെ ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. നാടിന്റെ നട്ടെല്ലായ പ്രവാസികളെ ഓർക്കേണ്ടത് അവർ പണം അയക്കുമ്പോൾ മാത്രമല്ല, അവരുടെ കൈകൾ തളരുമ്പോഴും കൂടിയാണ്. മണലാരണ്യത്തിൽ ചോര നീരാക്കിയവർ നാട്ടിലെത്തുമ്പോൾ കണ്ണീരൊഴുക്കി വരരുത്. പ്രവാസി പെൻഷൻ വെറുമൊരു ഔദാര്യമല്ലാതെ അവരുടെ അവകാശമാണ്. ഈ പ്രതിസന്ധിക്ക് സർക്കാർ എത്രയും വേഗം പരിഹാരം കാണുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വിഷയം പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു പ്രധാന വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.